Good morning to all of you. Our second module is accounting and control of material cost. Material is the first and most important element of cost of a product. In some cases, the cost of raw material ranges from 40% to 70% of the total cost. The quality of finished goods is also governed by the quality of raw material, which is used in production process. Hence, control over material is necessary to assure a steady supply of each item of material. ഈ മൊഡ്യൂളിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുക മെറ്റീരിയൽ കോസ്റ്റിൻ്റെ കൺട്രോളും അതിൻ്റെ അക്കൗണ്ടിങ്ങും ആണ് പഠിക്കുക. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്കറിയാം മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ്. അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്നൊക്കെ. അപ്പോൾ ഇവിടെ ഇനി പ്രധാനമായിട്ടും മെറ്റീരിയൽ കോസ്റ്റിൻ്റെ കൺട്രോളിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുക. ഏതൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതിൽ ഏറിയ പങ്കും വഹിക്കുക അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റാണ്. അപ്പോൾ ആ മെറ്റീരിയൽ കോസ്റ്റ് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, അതനുസരിച്ച് ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എങ്ങനെ നിയന്ത്രിക്കാം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിക്കുന്ന തിയറിയും അതിനോടനുബന്ധിച്ചുള്ള പ്രോബ്ലംസുമാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ കാണുക. പ്രധാനമായിട്ടും മെറ്റീരിയൽ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 തലങ്ങളാണ് അതിൽ വരിക. ഒന്ന്, അത് പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കോസ്റ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക. 2, ആ പർച്ചേസ് ചെയ്ത മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുക. 3, ആ പർച്ചേസ് ചെയ്ത മെറ്റീരിയൽസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റുകളെ നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ സാധിക്കുക. ഇതാണ് പ്രധാനമായിട്ടും ഈ മൊഡ്യൂളിൽ നമ്മൾ പ്രതിപാദിക്കുക. മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ ഈസ് കൺട്രോൾ ഓഫ് ദി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ബൈ എലിമിനേറ്റിംഗ് വേസ്റ്റേജസ് ഇൻ പർച്ചേസിംഗ്, സ്റ്റോറിംഗ് ആൻഡ് പ്രൈസിംഗ് ദ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് ടു ദി ഡിപ്പാർട്ട്മെന്റ്സ് ഓർ കോസ്റ്റ് സെന്റേഴ്സ്. The systematic control over the procurement, storage and usage of materials so as to maintain an even flow of material. Material cost accounting is the technique of accounting for materials which are acquired and issued to production. മെറ്റീരിയൽ കോസ്റ്റ് പ്രധാനമായിട്ടും 2 തരത്തിലാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഒക്കെ നമ്മൾ മുൻപും പഠിച്ചിട്ടുള്ളതാണ്. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നിന്നും കൃത്യമായിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന, തിരിച്ചറിയാൻ പറ്റുന്ന കോസ്റ്റുകളെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുക. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നിന്നും കൃത്യമായി വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത, എന്നാൽ അതിൻ്റെ കോസ്റ്റ് അവിടെ സംഭവിക്കുന്നുണ്ട് താനും, അങ്ങനെയുള്ള ഐറ്റംസാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. അതിന് വരുന്ന കോസ്റ്റാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുക. ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും തമ്മിലുള്ള ഏതാനും ഡിഫറൻസസ് ആണ് തുടർന്ന് കൊടുത്തിരിക്കുക. ഡയറക്റ്റ് മെറ്റീരിയൽ ഓരോ ജോബിൽ നിന്നും, പ്രോഡക്റ്റിൽ നിന്നോ, കോസ്റ്റ് സെൻറ്ററിൽ നിന്നോ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്നാൽ ഇൻഡയറക്റ്റ് കോസ്റ്റ്
അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് ആ കോസ്റ്റ് സെൻറ്ററിലേക്ക് കൃത്യമായിട്ട് തന്നെ ചാർജ് ചെയ്യാൻ പറ്റും. അതേസമയം ഓരോ കോസ്റ്റ് സെൻറ്ററിലേക്കോ കോസ്റ്റ് യൂണിറ്റിലേക്കോ നമുക്ക് എന്താണ് ഡയറക്റ്റായിട്ട് അത് ചാർജ് ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്രൈം കോസ്റ്റിൻ്റെ ഭാഗമാണെങ്കിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഓവർ ഹെഡിൻ്റെ ഭാഗമാണ്. ഔട്ട്പുട്ട് വേരി ചെയ്യുന്നതനുസരിച്ച് ഡയറക്റ്റ് മെറ്റീരിയൽ വേരി ചെയ്യുന്നു. അതേസമയം ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ സെമി വേരിയബിൾ കോസ്റ്റിൻ്റെ രൂപത്തിലോ ആണ് വരിക. ഒരു പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റിലെ മേജർ പ്രൊപ്പോർഷനും ഡയറക്റ്റ് മെറ്റീരിയലാണ്. എന്നാൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിൻ്റെ മൈനർ പ്രൊപ്പോർഷൻ മാത്രമേ ആകുന്നുള്ളൂ. Next one is objectives or need or advantages of material accounting and control. The material accounting and control ensures the following benefits. Ensures regular supply of materials, availability of quality materials, purchase of quality materials, prevents overstocking, purchase at lowest cost, reduces storage cost, provides information to the management. First one, ensures regular supply of material. ഒരു മാനുഫാക്ചറിങ് കൺസേണിനെ സംബന്ധിച്ച് പ്രൊഡക്ഷൻ തടസ്സപ്പെടാത്ത രീതിയിൽ റെഗുലറായിട്ട് അതിൻ്റെ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉറപ്പാക്കുക. ദെൻ നെക്സ്റ്റ് പോയിൻ്റ്, ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഫോർത്ത് പോയിൻ്റ്, ഓവർ സ്റ്റോക്കിംഗ് ഒഴിവാക്കുക. അനാവശ്യമായിട്ട് നമ്മൾ മെറ്റീരിയൽസ് വാങ്ങി നമ്മളുടെ ഫണ്ട് ബ്ലോക്ക് ആവുക, നമ്മളുടെ സ്റ്റോറേജ് കപ്പാസിറ്റി ബ്ലോക്ക് ആവുക, വർക്കിംഗ് ക്യാപിറ്റൽ ബ്ലോക്ക് ആവുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കുക. പർച്ചേസ് അറ്റ് ലോവസ്റ്റ് കോസ്റ്റ്, ഏറ്റവും ക്വാളിറ്റി ഉള്ളതും എന്നാൽ നമുക്ക് പരമാവധി വില കുറച്ചും നമ്മൾ മെറ്റീരിയൽസ് വാങ്ങുന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്റ്റോറേജ് കോസ്റ്റ് കുറയ്ക്കുക. എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്ഷൻ മുമ്പോട്ട് പോകണം, എന്നാൽ നമ്മൾ ഒരുപാട് വാങ്ങി സൂക്ഷിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പോയിൻ്റ്, പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു ദി മാനേജ്മെൻറ്റ്. അതായത് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റിനെ പറ്റിയും അതിൻ്റെ അവൈലബിലിറ്റിയെ പറ്റിയും ഒക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മാനേജ്മെൻറ്റിന് നൽകുക. ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് മെറ്റീരിയൽ അക്കൗണ്ടിംഗ് ആൻഡ് കൺട്രോൾ നമ്മൾ സാധാരണഗതിയിൽ നടപ്പിലാക്കുക. Next one is stages or steps for material control. Material control is effected through purchase control, stores control and proper issue of materials. മെറ്റീരിയൽ കൺട്രോളിൻ്റെ സ്റ്റെപ്സ് എന്താണ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ പർച്ചേസ് കൺട്രോൾ, സെക്കൻഡ് വൺ സ്റ്റോഴ്സ് കൺട്രോൾ ആൻഡ് തേർഡ് വൺ പ്രോപ്പർ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ്. ഈ 3 സ്റ്റെപ്സാണ് പ്രധാനമായിട്ടും ഈ നമ്മളുടെ മൊഡ്യൂളിൻ്റെ തന്നെ കണ്ടൻറ്റ് എന്ന് പറയുക. അതിൽ ഫസ്റ്റ് വണ്ണാണ് പർച്ചേസ് കൺട്രോൾ. നമുക്കറിയാം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള പർച്ചേസസ് നടത്തുന്നുണ്ട്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും വളരെ ഇക്കണോമിക്കായിട്ടും പർച്ചേസ് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ വളരെ അൺഇക്കോണമിക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഒരു മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെ, അതിൻ്റെ ആ പർച്ചേസിങ്ങിലൂടെ അതിൻ്റെ കോസ്റ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒരു വ്യക്തമായിട്ടുള്ള ഐഡിയയും അതിൻ്റെ കാൽക്കുലേഷൻസുമാണ് നമുക്ക് പഠിക്കേണ്ടി വരിക. അപ്പോൾ പർച്ചേസ് കൺട്രോൾ എന്ന് പറയുക ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ
റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നതിലൂടെ അതിൻ്റെ പർച്ചേസ് കോസ്റ്റ് പരമാവധി റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്തെന്ന് പറയുക, പർച്ചേസ് കൺട്രോൾ എന്ന് പറയുക. അത് പ്രത്യേകമായിട്ടുള്ള ചില ഒബ്സർവേഷൻസിൻ്റെയും ചില പ്രായോഗികതയുടെയും ചില ഡിസിഷൻസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഏറ്റവും ഇക്കണോമിക് ആയിട്ടുള്ള ഒരു പർച്ചേസ് നടത്താൻ പറ്റുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരർത്ഥത്തിൽ ഒരു പർച്ചേസ് എന്ന് പറയുന്നത് ഒരു കല തന്നെയാണ് യഥാർത്ഥത്തിൽ. വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ചില ആളുകൾ പർച്ചേസ് നടത്തുന്നു, എന്നാൽ ചില ആളുകൾക്കത് സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു മാനുഫാക്ചറിങ് കൺസേണിനെ സംബന്ധിച്ചും ആ പർച്ചേസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ പരിചയമുള്ളതാണെങ്കിൽ പോലും അത് നടപ്പിലാക്കുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട ചില ഘടകങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. സോ പർച്ചേസ് കൺട്രോൾ ഈസ് കൺട്രോൾ ഓഫ് ദി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ത്രൂ സിസ്റ്റമാറ്റിക് പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ് so that right quality materials are made available at right quantity at right time. അപ്പോൾ ആ പർച്ചേസിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും സ്ഥാപനങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ അത് സ്ഥാപനത്തിൻ്റെ നേച്ചർ അനുസരിച്ചും സ്ഥാപനത്തിൻ്റെ വലുപ്പമനുസരിച്ചും ഒക്കെ പർച്ചേസ് കൃത്യമായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും അതിനൊരു ഹെഡും ഉണ്ടാവും. അപ്പോൾ ആ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ പർച്ചേസ് മാനേജർ എന്ന് പറയുക, അല്ലെങ്കിൽ ചീഫ് ബയർ ഓഫ് ദി പർച്ചേസ് ഡയറക്ടർ എന്ന് പറയുക. സോ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിച്ച് എൻട്രസ്റ്റഡ് വിത്ത് ദ ഡ്യൂട്ടി ഓഫ് പർച്ചേസിംഗ് മെറ്റീരിയൽസ്. അടുത്തതായി നമ്മൾ കാണുക ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഥവാ ഒരു പർച്ചേസ് മാനേജർ എന്തൊക്കെ ഡ്യൂട്ടീസാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഓഫ് പർച്ചേസ് ബഡ്ജറ്റ്. അതായത് പർച്ചേസ് നടത്തുന്നതിന് മുമ്പ് ആ പർട്ടിക്കുലർ പീരീഡിലുള്ള അതിനോടനുബന്ധമായിട്ടുള്ള പർച്ചേസ് ബഡ്ജറ്റ്, എത്ര ക്വാണ്ടിറ്റി, ഏത് റേറ്റിലുള്ളത് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിക്കുന്ന ഒരു ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ദെൻ സെക്കൻഡ് വൺ, റിസീവിംഗ് പർച്ചേസ് റിക്വസിഷൻ. പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുക സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എന്തൊക്കെ ഐറ്റംസ് ആണ് വാങ്ങേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു റിക്വസ്റ്റ് കൃത്യമായിട്ട് പർച്ചേസ് മാനേജർ വാങ്ങുക. അപ്പോൾ അതാണ് എന്തെന്ന് ഉദ്ദേശിക്കുക, പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് വാങ്ങേണ്ടത്. ദെൻ നെക്സ്റ്റ് തേർഡ് പോയിന്റ്, അസർട്ടൈനിങ് ദ സോഴ്സ് ഓഫ് മെറ്റീരിയൽസ്. ഈ മെറ്റീരിയൽസ് നമുക്ക് ഏതൊക്കെ സപ്ലയേഴ്സിൽ നിന്നാണ് കിട്ടുക, അപ്പോൾ അതിൽ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണ്, അവരുടെ ലോവസ്റ്റ് പ്രൈസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി അറിയുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഫോർത്ത് വൺ, സെലക്ടിങ് ദ സപ്ലയർ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, പല സപ്ലയേഴ്സിൽ നിന്നും കൊട്ടേഷൻസ് ഇൻവൈറ്റ് ചെയ്യുക. അതിൽ നിന്നും ബെസ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ളതും നമ്മളുടെ പ്രൈസ് മാച്ച് ചെയ്യുന്നതുമായിട്ടുള്ള സപ്ലയറെ സെലക്ട് ചെയ്യുക. ദെൻ അങ്ങനെ സപ്ലയറെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസ് ഓർഡർ സപ്ലയർക്ക് ഫോർവേഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സിക്സ്ത് പോയിന്റ്, ഇക്കണോമിക് പർച്ചേസ്. ഏറ്റവും ലാഭകരമായിട്ടുള്ള രീതിയിൽ നമ്മൾ ആ ടൈംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് വരുന്ന രീതിയിൽ പർച്ചേസ് നടത്തുക. ദെൻ നെക്സ്റ്റ് സെവൻത് പോയിന്റ്, മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മെറ്റീരിയൽസ്. ഓൺലി ദ റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് should be purchased so that there should not be any blocking up of working capital in stock. അതായത് നമ്മൾക്ക് പ്രൊഡക്ഷൻ തടസ്സപ്പെടാത്ത രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്ന ആവശ്യത്തിനുള്ള മെറ്റീരിയൽസ് മാത്രം വാങ്ങുക എന്നുള്ളതാണ്. ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും വരാതിരിക്കുക. ദെൻ നെക്സ്റ്റ് എയ്ത്ത് പോയിന്റ്, പർച്ചേസ് ഓഫ് ക്വാളിറ്റി മെറ്റീരിയൽസ്. ദെൻ നയൻത് വൺ, ബെറ്റർ സപ്ലയർ റിലേഷൻഷിപ്പ്. ദെൻ 10th one, develop alternate source of supply. ഏതെങ്കിലും ഒരു സപ്ലയർക്ക് നമ്മളുടെ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാൻ പരാജയപ്പെട്ടാൽ നമ്മൾ എന്താണ് ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് സപ്ലയറേയും എന്ത് ചെയ്യണം, കരുതിയിരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും നല്ല ഒരു പർച്ചേസിനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ, അല്ലെങ്കിൽ ഒരു പർച്ചേസ് മാനേജർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുക.
Next one is the centralized purchasing and decentralized purchasing. പർച്ചേസിങ് ഏതൊക്കെ രീതിയിൽ നടത്തണം എന്നതിനെ സംബന്ധിക്കുന്ന കാര്യമാണ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്. നമുക്ക് ആ രണ്ട് വാക്കുകൾ സുപരിചിതമാണ്. സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ കേന്ദ്രീകൃതമായിട്ടുള്ള പർച്ചേസിങ്, അതായത് ഒരു മാനുഫാക്ചറിങ് കൺസേണിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവാം. അപ്പോൾ ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഒരു പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വാങ്ങുന്നു എന്നുള്ളതാണ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ് എന്ന് പറയുക. സെൻട്രലൈസ്ഡ് പർച്ചേസിങ് ഇസ് ദ സിസ്റ്റം ഓഫ് പർച്ചേസിങ് വെയർ ഓൾ പർച്ചേസസ് ആർ മെയ്ഡ് ത്രൂ വൺ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ വൺ ഓഫീസ് ഓർ വൺ പേഴ്സൺ സ്പെഷ്യലൈസ്ഡ് ഇൻ പർച്ചേസിങ്. Advantages of centralized purchasing: more trade discount, reduced transportation cost, maintenance of quality of materials, avoidance of unnecessary purchase, less capital investment, and avoidance of obsolescence. Next, limitations of centralized purchasing: high cost of maintaining the department, losing the benefit of local purchasing, delay in procurement, not suitable for all concerns, and a chance of wrong purchase. Next. അടുത്തതായി ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അതാത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വാങ്ങുന്നു. അപ്പോൾ അതാണ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയുക. ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ഈസ് എ സിസ്റ്റം ഓഫ് പർച്ചേസിംഗ് വെയർ ദി പർച്ചേസസ് ആർ മെയ്ഡ് ബൈ ദി റെസ്പെക്റ്റീവ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ടു മീറ്റ് ദെയർ മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സ്. അഡ്വാൻറ്റേജസ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആർ low cost of purchasing, easy availability of materials, less capital investment, low material handling charges, and issue of required quality materials. Then limitations of decentralized purchasing are less trade credit, high transportation cost, and unnecessary purchase. And one more capital investment and inefficient purchase personnel.